ഓണാഘോഷത്തിന്റെ വൈബിനെ പ്രേക്ഷകരിലേക്ക് എത്തിച്ച ഒരുപാട് സിനിമകളുണ്ടായിരുന്നു. എന്നാൽ ഓണത്തിന്റെ അതേ കഥ പറഞ്ഞ സിനിമകളെ കുറിച്ച് അറിയാമോ? ഉദാഹരണത്തിന് 80കളിൽ പ്രേം നസീറിനെ നായകനാക്കി മഹാബലിയുടെ ജീവചരിത്രത്തെ അടിസ്ഥാനമാക്കി ഒരു സിനിമ വന്നിരുന്നു. ഈ സിനിമ ഓണത്തിന്റെ അന്ന് തന്നെയായിരുന്നു റിലീസായത്. ഇതേപോലെ പലതവണ മലയാള സിനിമകളിൽ ഓണാഘോഷത്തെ പറ്റി പരാമർശിച്ചിട്ടുണ്ട്. ഇതേപോലെ തന്നെ തമിഴ് സിനിമകളിലും ഒരുപാട് തവണ ഓണത്തിന്റെ റെഫറൻസ് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഓണാഘോഷത്തെ പറ്റി പരാമർശിച്ച മലയാള സിനിമകളെ കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. സിനിമാ ഫാക്ട്സ് മലയാളം. സിനിമയെക്കുറിച്ച് എന്തും ചർച്ച ചെയ്യപ്പെടും. ഫസ്റ്റ് വൺ, മഹാബലി. 1983 ജെ ശശികുമാർ സംവിധാനം ചെയ്ത് പ്രേം നസീർ, ജയഭാരതി, എം ജി സോമൻ തുടങ്ങി ഒരു വമ്പൻ താരനിര അണിനിരന്ന ചിത്രമായിരുന്നു മഹാബലി. കൊണ്ടുള്ള മൂന്നാമത്തെ ചുവട് അടിയന്റെ ശിരസിലാവട്ടെ. യഥാർത്ഥ മഹാബലി ചരിത്രത്തെക്കുറിച്ച് തന്നെയായിരുന്നു ഈ സിനിമയുടെ മെയിൻ പ്ലോട്ട്. അന്നത്തെ കാലത്തെ VFX ഒക്കെ വെച്ച് ആ ക്ലൈമാക്സിൽ നിന്നും ഷൂട്ട് ചെയ്തതൊക്കെ ശരിക്കും അത്ഭുതം തന്നെയാണ്. ക്ലൈമാക്സിൽ വാമനൻ മഹാബലിയോട് 3 അടി മണ്ണ് ചോദിക്കുന്നതും അതിനുശേഷം മഹാബലി തന്റെ ശിരസ് കുനിച്ചു കൊടുക്കുന്നതും അങ്ങനെയുള്ള എല്ലാ സീനുകളും ഈ സിനിമയിൽ വ്യക്തമായി പറഞ്ഞു പോകുന്നുണ്ട്. മഹാബലി, യുഗങ്ങൾ കഴിഞ്ഞിട്ടും നീ നാടുവാണിരുന്ന ആ സുവർണകാലത്തിന്റെ സ്മരണ നിലനിർത്തുവാൻ ജനങ്ങളതാ ഓണം ആഘോഷിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ആ ഒരു മഹാബലി ചരിത്രത്തിന്റെ ദൃശ്യാവിഷ്കാരമായി തന്നെ ഈ സിനിമയെ വിശേഷിപ്പിക്കാം. പിന്നീട് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ ഇത്രയധികം ടെക്നോളജികൾ വന്നിട്ട് പോലും ഈ മഹാബലി ചരിത്രത്തെക്കുറിച്ച് ഇന്നും ഒരു സിനിമ നമുക്ക് കാണാൻ കഴിയുന്നില്ല എന്ന് ശരിക്കും വിഷമിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. എന്നിരുന്നാൽ പോലും 80കളിൽ ഇറങ്ങിയ ഈ സിനിമ ഇന്നും അറിയപ്പെടുന്നത് മഹാബലി ചരിത്രത്തെ അടിസ്ഥാനമാക്കി മലയാളത്തിൽ വന്ന മികച്ചൊരു സിനിമ എന്ന പേരിൽ തന്നെയാണ്. നെക്സ്റ്റ് വൺ, വിഷുക്കണി. മഹാബലി എന്ന ചിത്രത്തിന്റെ സംവിധായകൻ തന്നെയായ ജെ ശശികുമാർ സംവിധാനം ചെയ്ത് പ്രേം നസീർ, ശാരദ എന്നിവർ പ്രധാന കഥാപാത്രമായി വന്ന ചിത്രമായിരുന്നു വിഷുക്കണി. ഈ ചിത്രത്തിൽ ശരിക്കും ഓണത്തിനെ കുറിച്ച് അത്ര വലിയ മെൻഷൻ ചെയ്യുന്ന സീനുകളൊന്നുമില്ല. എന്നിരുന്നാൽ പോലും നമ്മൾ ഇന്നും മറക്കാതെ കേൾക്കുന്ന പൂവിളി പൂവിളി പൊന്നോണമായി എന്ന ഗാനം വന്നത് ഈ വിഷുക്കണി എന്ന സിനിമയിലായിരുന്നു. മലയാളത്തിലെ തന്നെ ഇന്നും ഓണാഘോഷങ്ങളിൽ ഒഴിച്ചു കൂടാനാവാത്ത ഒരു സോങ് തന്നെയാണ് പൂവിളി പൊന്നോണമായി എന്ന സോങ്. ഇന്നും നമ്മൾ കാണുന്ന ഓരോരോ ഓണാഘോഷ പരിപാടികളിൽ ഈ സോങ് ഒരു മസ്റ്റ് ട്രൈ ഐറ്റം തന്നെയാണ്. ഈ ഒരു ഗാനം കേൾക്കുമ്പോൾ കേരളത്തിന് വെളിയിലുള്ള ഓരോ ആളുകളും കേരളത്തിലേക്ക് കുറിച്ചുള്ള ഗൃഹാതുരത്വമായ ഓർമ്മകൾ ഈ ഒരു സോങ്ങിലൂടെ അവരുടെ മനസ്സിലേക്ക് പകർന്നു നൽകാൻ കഴിയുന്നുണ്ട്. നെക്സ്റ്റ് വൺ, ശുഭയാത്ര. 1990 കമൽ സംവിധാനം ചെയ്ത് ജയറാം, പാർവതി, ജഗദീഷ് തുടങ്ങിയ ഒരു വൻ താരനിര അണിനിരുന്ന ചിത്രമായിരുന്നു ശുഭയാത്ര. ഒരു ബോംബെ നഗരത്തിൽ മലയാളികളായ ഒരു കൂട്ടം ആളുകൾ താമസിക്കുന്നിടത്ത് ഒരു ഓണാഘോഷം വരുമ്പോൾ അവർ എങ്ങനെ അത് സെലിബ്രേറ്റ് ചെയ്യുന്നു എന്ന് വ്യക്തമായി കാണിച്ചു തന്ന ഒരു സീൻ ഈ സിനിമയിൽ തന്നെയുണ്ട്. ഓണത്തുമ്പി വന്നാട്ടെ, ഓമനത്തുമ്പി വന്നാട്ടെ, ഒരു നല്ല കഥ പറയാൻ വന്നിരുന്നാട്ടെ. അതായത് ആ ഓണാഘോഷത്തിന്റെ വൈബൊക്കെ അന്യനാട്ടിലുള്ളവർ എങ്ങനെ ആഘോഷിക്കുന്നു എന്നൊക്കെ അന്ന് കാണിച്ചു തന്ന ഒരു സിനിമ കൂടിയായിരുന്നു ശുഭയാത്ര. ഇപ്പൊക്കെ എന്തോ ഓണം, പണ്ടായിരുന്നില്ലേ ഓണം. ഇതൊക്കെ കാണുമ്പോ നാട്ടിലെ കാര്യങ്ങൾ ഓർമ്മ വരിക. ശുഭയാത്ര എന്ന സിനിമയിൽ ഓണത്തിനെ കുറിച്ച് ഒരുപാട് സീനുകളൊന്നും കാണിച്ചു തരുന്നില്ലെങ്കിലും ഓണാഘോഷത്തിന് സദ്യ ഉണ്ടാക്കുന്നതും അവരുടെ ആ സെലിബ്രേഷനും ഒക്കെ നല്ല രീതിയിൽ തന്നെ ഇവിടെ കമൽ ചിത്രീകരിച്ചു വെച്ചിട്ടുണ്ട്. ഇങ്ങനെ കഥ പറഞ്ഞോണ്ടിരുന്നാലേ സമയത്തിന് സദ്യ ഉണ്ടാവില്ല. ഓണാഘോഷത്തിനെ പറ്റി പരാമർശിച്ച സിനിമകളെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഒഴിച്ചുകൊണ്ടാനാവാത്ത ഒന്നാണ് ഓണത്തിനിടയ്ക്ക് പുട്ടുകച്ചവടവും ദേമാവലി കൊമ്മത്ത് എന്ന രീതിയിലുള്ള 2 കാസറ്റുകൾ. ഓണാഘോഷ കാലത്ത് പണ്ട് കാലത്ത് ഇറങ്ങിയിരുന്ന 2 പ്രത്യേകതരം സീഡികളായിരുന്നു ഓണത്തിനിടയ്ക്ക് പുട്ടുകച്ചവടവും ദേമാവലി കൊമ്മത്ത്. ഡൂപ്പേ, എന്തൊക്കെ പ്രശ്നങ്ങൾ അവിടെ. എന്നെ ഇതൊക്കെ കാണാൻ വരണ്ടെന്ന് വിചാരിക്കുമ്പോ അതിലും വലിയ പ്രശ്നങ്ങൾ അവിടെ. നാദിർഷ ദിലീപ് ടീമായിരുന്നു ദേമാവലി കൊമ്പത്ത് ഇറക്കിയിരുന്നത്. അതേപോലെ തന്നെ കലാഭവൻ ട്രൂപ്പിന്റേതായിരുന്നു ഓണത്തിനിടയ്ക്ക് പൊട്ട് കച്ചവടം. നിരവധി കോമഡി താരങ്ങളും ഇതുകൂടാതെ സിനിമാ താരങ്ങളും അടക്കം എല്ലാവരും പങ്കെടുത്തിരുന്ന ഈ കാസറ്റുകൾ അന്ന് വിപണി രംഗത്ത് വലിയ നേട്ടങ്ങൾ കൊയ്തവയാണ്. നെക്സ്റ്റ് വൺ, ഇത് ഞങ്ങളുടെ കഥ. 1982 ശ്രീനാഥ്, മുകേഷ്, ശാന്തികൃഷ്ണൻ തുടങ്ങി ഒരു വൻ താരനിര അണിനിരുന്ന ചിത്രമായിരുന്നു ഇത് ഞങ്ങളുടെ കഥ. ഒരു ഓണക്കാലത്തിന്റെ വൈബിനെ കാണിക്കാനായി ഒരു പ്രത്യേക രീതിയിലുള്ള സോങ്ങും ഈ സിനിമയിൽ കാണിക്കുന്നുണ്ട്.
90s കാലഘട്ടത്തിൽ മലയാളികൾ എല്ലാവരും ഒന്നിച്ചു പാടിയ ഒരു പാട്ടായിരിക്കാം ഒരുപക്ഷെ ഇത്. മാവേലിക്കും പൂക്കളം എന്ന ഈ സോങ് ഇന്നും കേൾക്കുമ്പോൾ പ്രത്യേക രീതിയിലുള്ള ഒരു ഗൃഹാതുരത്വ ഓർമ്മകൾ നമ്മളിലേക്ക് എത്തിക്കുന്നുണ്ട്. നെക്സ്റ്റ് വൺ, കൊട്ടേഷൻ. 2004 അരുൺ, വിനായകൻ, സുജിത തുടങ്ങിയ വൻ താരനിര അണിനിരന്ന ഒരു യൂത്ത് ഓഡിയൻസിന്റെ പാൾസാറിനെടുത്ത സിനിമയായിരുന്നു കൊട്ടേഷൻ. ഈ സിനിമയിൽ ഓണാഘോഷത്തെക്കുറിച്ച് എടുത്തു പറയാനായി ഒരുപാട് സംഗതികളൊന്നുമില്ല. എന്നാൽ പോലും ഈ ഒരു സോങ് നമുക്ക് മറക്കാനാവാത്ത ഒന്നാണ്. ഓണപ്പാട്ടിൽ താളം തുള്ളും തുമ്പപ്പൂവെ എന്ന് തുടങ്ങുന്ന ഈ ഗാനം വന്നത് കൊട്ടേഷൻ എന്ന സിനിമയിലൂടെയാണ്. അതായത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സിനിമയിലൂടെയാണ് ഈ ഒരു ഗാനം വന്നതെന്ന് പോലും നമ്മൾ പലർക്കും അറിയില്ല. ഇന്നും ഓണാഘോഷങ്ങളിൽ ഒഴിച്ചുകൂടാനാവാത്ത ഈ സോങ് ശരിക്കും സിനിമകളിൽ ആദ്യം കേട്ടത് ഈ ഒരു സിനിമയിലൂടെയാണ്. ഇന്നും ഇതിന്റെ വീഡിയോ സോങ്ങിൽ പലരും കമന്റ് ഇട്ടിരിക്കുന്നത് കാണാം, ആഹാ ഈ സോങ്ങിന്റെ യഥാർത്ഥ വീഡിയോ ഇതാണോ എന്ന് പോലും. എന്നിരുന്നാൽ പോലും ഓണാഘോഷത്തിന്റെ വൈബിനെ ചിത്രീകരിച്ച മറ്റൊരു സിനിമ കൂടിയായിരുന്നു കൊട്ടേഷൻ. നെക്സ്റ്റ് വൺ, ബോംബെ മാർച്ച് 12. 2011 ഉണ്ണി മുകുന്ദൻ, മമ്മൂട്ടി തുടങ്ങിയ ഒരു വൻ താരനിര അണിനിരുന്ന ചിത്രമായിരുന്നു ബോംബെ മാർച്ച് 12. 1993 നടന്ന ബോംബെയിലെ ബോംബ് ബ്ലാസ്റ്റിന്റെ പ്ലോട്ടായി എടുത്ത ഒരു ദൃശ്യാവിഷ്കാരമായിരുന്നു ഈ സിനിമ. ഈ സിനിമയിലെ ഒരു പാട്ട് തന്നെ ഒരു നാട്ടിൻപുറത്ത് നടക്കുന്ന ഓണാഘോഷത്തെ മികച്ച രീതിയിൽ തന്നെ ക്യാപ്ചർ ചെയ്തായിരുന്നുണ്ട്. അതായത് നമ്മുടെയൊക്കെ ഗ്രാമങ്ങളിൽ നടക്കുന്ന അല്ലെങ്കിൽ നമ്മൾ കണ്ടു മറക്കുന്ന ഒരുപാട് ഗൃഹാതുരത്വം ഉണർത്തുന്ന ഓർമ്മകളൊക്കെ ഈ ഒരു പാട്ടിലൂടെ നമുക്ക് കാണാൻ കഴിയും. ഈ പാട്ടിൽ കാണിക്കുന്ന ഓണാഘോഷങ്ങളിലെ നാരങ്ങ സ്പൂണിൽ വെച്ചുള്ള ഓട്ടവും ചാക്കിലോട്ട മത്സരങ്ങളും റൊട്ടികടിയും ഇത് കൂടാതെ സ്റ്റേജ് പ്രോഗ്രാമുകളും എല്ലാം നമുക്ക് ഇന്ന് കാണുമ്പോഴും ഒരു പ്രത്യേക വൈബ് തോന്നും. ആ ഒരു സോങ്ങിലൂടെ തന്നെ നമ്മൾ ഒരു പ്രത്യേക ഓണാഘോഷത്തിന്റെ ഫീലിലേക്ക് കൊണ്ടെത്തിക്കാറുണ്ട്. തമിഴ് സിനിമകളിലും ഓണത്തെ മെൻഷൻ ചെയ്ത കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഉദാഹരണത്തിന് ബഡ്ജറ്റ് പത്മനാഭൻ എന്ന പ്രഭു നായകനായ രമ്യ കൃഷ്ണൻ നായികയായ സിനിമയിൽ വിവേക് ഓണത്തിനെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. ഇനി എന്റെ മദർ ടങ് മലയാളം, എന്റെ സ്റ്റേറ്റ് കേരള, ഇനി എന്റെ നാട് കേരളമാണ്, ഇനി ഓണമാണ് എന്റെ ആഘോഷം. എന്റെ ചീഫ് മിനിസ്റ്റർ EK നായനാർ, എന്റെ ബീഡി മലബാർ ബീഡി, എന്റെ നാദം ജണ്ടേ. തമിഴ്നാട് എന്റെ ഒന്നുമല്ല എന്ന രീതിയിൽ ഒരു സ്പൂഫ് പോലെ ആ സീനിൽ കാണിക്കുന്നതും ഇതേപോലെ ഓണാഘോഷം തന്നെയാണ്. എന്റെ നടനം കഥകളി. എന്തായാലും ഒരു തമിഴ് നടൻ നമ്മുടെ മലയാള നാട്ടിലെ ഓണത്തിനെ കുറിച്ച് പറയുമ്പോൾ നമുക്കതൊരു പ്രത്യേക വൈബ് തന്നെയായിരിക്കും. 2019 ഇറങ്ങിയ ആദ്യ നായകനായ നപ്പേത്തൂണെ എന്ന സിനിമയിൽ ഈ ഡയലോഗിനെ പാട്ടായി തന്നെ കാണിക്കുന്നുണ്ട്. ആ പാട്ട് സീനിലും ഓണാഘോഷത്തെ കാണിക്കും. അതായത് എന്റെ നാട് കേരളമാണോ, എന്റെ CM വിജയനാണോ, ഈ ഒരു സോങ്ങിൽ കാണിച്ചു പോകുന്നതും ഇതേപോലുള്ള ഒരു ഓണാഘോഷം തന്നെയാണ്. അതായത് പണ്ടിറങ്ങിയ ആ സീനിന്റെ ഡയലോഗിനെ പാട്ടായി മാറ്റി. എന്നിരുന്നാലും ഈ രണ്ട് തമിഴ് സിനിമകളിൽ കാണിക്കുന്നത് ഇതേപോലെ ഓണാഘോഷത്തിൽ തന്നെയാണ്. നെക്സ്റ്റ് വൺ, ജേക്കബിന്റെ സ്വർഗരാജ്യം. 2016 വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത് നിവിൻ പോളി നായകനായി വന്ന ചിത്രമായിരുന്നു ജേക്കബിന്റെ സ്വർഗരാജ്യം. ഒരു ഗൾഫ് നാട്ടിലുള്ള ആളുകൾ എങ്ങനെ ഓണം ആഘോഷിക്കുന്നു എന്നത് സിനിമയുടെ തുടക്കത്തിൽ തന്നെ കാണിച്ചു തരുന്നുണ്ട്. ഈ സിനിമയിലെ തിരുവാവണി രാവ് എന്ന ഗാനം ആ വർഷത്തെ ഏറ്റവും വലിയ ഹിറ്റ് ഗാനങ്ങളിൽ ഒന്ന് തന്നെയായിരുന്നു. ഇന്നും ഓണാഘോഷത്തിനിടയിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു പാട്ടുകൂടിയാണ് തിരുവാവണി രാവ് എന്ന ഗാനം. എന്നിരുന്നാലും ഒരു ഓണാഘോഷം ഒരു കമ്മ്യൂണിറ്റിയിൽ ഉണ്ടാകുമ്പോൾ ഒരു കൂട്ടം പ്രവാസികൾ എങ്ങനെ അത് ആഘോഷിക്കുന്നു എന്നൊക്കെ വ്യക്തമായിട്ട് കാണിച്ചു തന്ന ഒരു സിനിമ കൂടിയാണ് ജേക്കബിന്റെ സ്വർഗരാജ്യം. എന്തായാലും കേരളത്തിൽ വരാതെ അവരുടെ നാട്ടിൽ എങ്ങനെ ഓണം ആഘോഷിക്കുന്നു, അവർ അതിനായി എന്തെല്ലാം തയ്യാറെടുപ്പുകൾ നടത്തുന്നു എന്നെല്ലാം വ്യക്തമായിട്ട് കാണിച്ചു തന്ന മറ്റൊരു സിനിമ കൂടിയായിരുന്നു ജേക്കബിന്റെ സ്വർഗരാജ്യം. യൂത്ത് വിംഗിലെ പിള്ളേരോട് വരാൻ നമ്മുടെ അസോസിയേഷന്റെ ചരിത്രത്തിലെ ബെസ്റ്റ് ഓണാഘോഷമായിരിക്കും. സിനിമയുടെ തുടക്കത്തിൽ പറയുന്നുണ്ട്, നമ്മൾ ഇവിടെ നമ്മുടെ നാട്ടിലല്ലല്ലോ, എങ്ങനെ ഓണം ആഘോഷിക്കും, അതിനായി നമ്മൾ എന്തെല്ലാം ചെയ്യാൻ പറ്റും, ഓണാഘോഷത്തിന്റെ സദ്യ, വടംവലി, അങ്ങനെ എല്ലാവിധ കാര്യങ്ങളും ഈ സിനിമയിൽ പറഞ്ഞു പോകുന്നുണ്ട്. നെക്സ്റ്റ് വൺ, പാവി കെയർടേക്കർ. ഈ വർഷം റിലീസായ ദിലീപിന്റെ വിനീത് കുമാർ സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു പാവി കെയർടേക്കർ.
ഒരു ഫ്ലാറ്റിന്റെ കെയർ ടേക്കറായ ദിലീപ് അവിടെ നടക്കുന്ന ഓണാഘോഷം കോർഡിനേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നും അത് എങ്ങനെയെല്ലാം മനോഹരമാക്കാമെന്നും ഒക്കെ ഈ സിനിമയിൽ പറഞ്ഞു പോകുന്നുണ്ട്. ഇതുകൂടാതെ ഓണാഘോഷത്തിന്റെ വൈബ് അല്ലെങ്കിൽ അവിടെ നടക്കുന്ന മത്സരങ്ങൾ ഇതൊക്കെ വൃത്തിയായി കാണിച്ചു തരുന്ന ഒരു സോങ്ങും ഈ സിനിമയിൽ കാണിച്ചു പോകുന്നുണ്ട്. എന്തായാലും ഈ സിനിമയിലെ സീനുകളും ഓണാഘോഷത്തിന്റെ വൈബ് മികച്ച രീതിയിൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നുണ്ട്. ഇതേപോലെ തന്നെ കോളേജുകളിൽ നടന്ന ഓണാഘോഷത്തെ പ്രതിനിധീകരിക്കുന്ന സിനിമകളും ഉണ്ടായിട്ടുണ്ട്. ഉദാഹരണത്തിന് ക്യൂൻ എന്ന സിനിമയിലെ ഒരു ഗാനത്തിൽ തന്നെ കോളേജുകളിൽ നടക്കുന്ന ഓണാഘോഷം എങ്ങനെയാണ്, അല്ലെങ്കിൽ ഒരു മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ, ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ ഒക്കെ നടക്കുന്ന ആ ഓണാഘോഷത്തിനെ വ്യക്തമായ രീതിയിൽ കാണിച്ചു പോകുന്നുണ്ട്. ഇതേപോലെ തന്നെ പ്രേമം എന്ന സിനിമയിലും അണ്ടർമിസിനെ കാണാനായി ജോർജ് വരുന്ന ആ സീനിൽ നടക്കുന്നത് ഓണാഘോഷമാണ്. ഒരു ഓണാഘോഷം ഒരു കോളേജിൽ എങ്ങനെയെല്ലാം പ്രതിപാദിക്കുന്നു എന്നൊക്കെ കാണിച്ചു തന്ന ഒരു സിനിമ കൂടിയായിരുന്നു പ്രേമം. നെക്സ്റ്റ് വൺ സൂപ്പർമാൻ. 1997 റാഫി മെക്കാർട്നി സംവിധാനം ചെയ്ത് ജയറാമിന്റെ ഒരു കിടിലൻ സിനിമയായിരുന്നു സൂപ്പർമാൻ. ഈ സിനിമയിൽ ഓണക്കാലത്തെക്കുറിച്ച് വലിയ വലിയ വൈബ് കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല. എന്നിരുന്നാൽ പോലും ഓണത്തിനെ പ്രതിനിധീകരിക്കുന്ന ഒരു പാട്ട് ഈ സിനിമയിൽ തന്നെയുണ്ട്. ഓണത്തുമ്പി പാടു എന്ന ഗാനത്തിൽ ഓണത്തിൻ്റെതായ രീതിയിലുള്ള ഓണാഘോഷങ്ങളും ഒരു വീട്ടിൽ നടക്കുന്ന ഓണപരിപാടികളുമെല്ലാം വൃത്തിയായി കാണിച്ചു പോകുന്നുണ്ട്. നെക്സ്റ്റ് വൺ സേതുരാമയ്യർ CBI. സേതുരാമയ്യർ CBI എന്ന് പറയുമ്പോൾ നമ്മുടെ CBI സീരീസിലെ ഏറ്റവും മികച്ച സിനിമകളിലൊന്ന് തന്നെയാണ്. എന്തായാലും മമ്മൂക്ക നായകനായ ഈ സിനിമയിൽ ജഗതി ശ്രീകുമാർ ഓണത്തെ പറ്റി മെൻഷൻ ചെയ്യുന്ന ഒരു സീനുണ്ട്. അതായത് അദ്ദേഹം തിരക്കിട്ട് ഒരിടത്തേക്ക് പോകാൻ തുടങ്ങുമ്പോൾ പറയുന്നുണ്ട്, ഇപ്പോൾ കിട്ടുന്ന ഫ്ലൈറ്റിന് പോയാൽ എനിക്ക് എൻ്റെ ഫാമിലിയോടൊപ്പം ഓണം ആഘോഷിക്കാം. ഉച്ചയ്ക്ക് മുമ്പ് വീട്ടിലെത്താൻ കുടുംബത്തോടൊപ്പം ഓണസദ്യ. അങ്ങനെ ഒരു ക്ലബിന്റെ ഓണാഘോഷത്തെ കുറിച്ചൊക്കെ പറഞ്ഞു പോകുന്നത്. ബാംഗ്ലൂരിൽ ഇത്തവണ പഴയ പോലെ ഓണാഘോഷമൊക്കെ ഉണ്ടോ? പിന്നെ അസോസിയേഷന്റെ ഇപ്രാവശ്യത്തെ മാവേലി ഞാനാ. ഈ സീനിലും കാണിക്കുന്നത് ഓണാഘോഷത്തിന്റെ ആ ഒരു വൈബിനെ കുറിച്ചാണ്. ഓണാഘോഷത്തിന്റെ വൈബിനെ മലയാളി പ്രേക്ഷകരിലേക്ക് എത്തിച്ച സിനിമകളെ കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ സംസാരിച്ചത്. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് സിനിമ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മറക്കാതെ ഈ പേജ് ചാനൽ ഒന്ന് ഫോളോ ചെയ്തേക്കണേ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെയ്ക്കും ബൈ. അല്ല, നല്ലൊരു ഓണായിട്ട് എന്തെങ്കിലും കുറച്ച് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിക്കൂടെ? അസഭ്യം പറയാതിരിക്കണോ?